റെക്കമെൻഡേഷൻസിൽ ഒന്നാമത് പറയുന്ന ഭാഗം ഫോർമേഷൻ, അപ്ഗ്രഡേഷൻ ആൻഡ് റീക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്. അതിൽ വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. The state shall recognize urbanization as a dynamic and evolving process and shall ensure timely formation, upgradation and reclassification of urban local self-governments. The decisions shall be guided by objective demographic, economic, spatial and fundamental parameters that define urban characteristics with the objective of ensuring responsive urban governance aligned with the changing realities of urban growth, service delivery demands and regional development patterns. In doing so, due consideration shall be given to the size, functional role, settlement morphology and rural-urban characteristics of towns so that institutional status and governance arrangements remain proportionate, appropriate and adequate. എല്ലാ ഭാഗവും ഈ എല്ലാ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നടപടികൾ ഓരോന്ന് അക്കമിട്ട് നിരത്താൻ തുടങ്ങിയാൽ അത് നയമല്ലല്ലോ, അത് പ്രവർത്തന പദ്ധതിയല്ലേ. ഇപ്പോൾ റിപ്പോർട്ടിൽ അർബൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട്. അതെ, അത് മുഴുവൻ ഈ നയത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടില്ല. അല്ല, നയമാണ് ഡയറക്ഷൻ. അർബൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്, പിന്നെ വലിയൊരു ഭാഗം പഠനമാണ്. പോയിട്ട് ഇപ്പോൾ വിസ്മയം ഇതിലേക്ക് ചുരുങ്ങിയോ? പുതിയ കഥകൾ സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നുള്ളത് പോലുള്ള കഥകളൊന്നും ഇല്ല. ഇപ്പോൾ വിസ്മയം ചുരുങ്ങിയിട്ട് ഇത്രത്തോളം എത്തിയോ? ഇപ്പോൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? കേരള കോൺഗ്രസ് വരുന്നു എന്നായിരുന്നു. അതിന് വിശ്വാസ്യത പകരാൻ വേണ്ടി പറഞ്ഞ കഥ എന്തായിരുന്നു? സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചു എന്നാണ്. ആരെ വിളിച്ചു എന്നാ പറഞ്ഞു? ജോസ് കെ മാണി. അദ്ദേഹം പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഉണ്ടായിട്ടില്ല. അത് കേട്ട് വിസ്മയിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം. ഒരു വ്യാജ പ്രചരണം അങ്ങോട്ട് അടിച്ചു വിടുകയാണ്. അത് പൊളിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല, ഒരു കൂസലും ഇല്ലാതെ അടുത്തതുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു, ഇത്തരം വാർത്തകൾ കൊടുക്കുന്നവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണ്ടേ. ഞങ്ങൾ അന്ന് കൊടുത്ത വാർത്ത വസ്തുതാപരമായിരുന്നില്ല, തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അടുത്തതിൻ്റെ പിന്നാലെ പോവാണ്. എന്നിട്ട് മറുപടി പറയാൻ ഞാൻ ഇന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദിത്തം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മാധ്യമങ്ങളുള്ളൊരു സൗകര്യം എന്താ വെച്ചാൽ എന്ത് വാർത്തയും കൊടുക്കാം, തെറ്റായ ഏത് വാർത്തയും കൊടുക്കാം. ഇങ്ങോട്ടാരും ചോദിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അക്ഷരം വിടാതെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞോളാം. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നില്ല, എനിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്ക് നടക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളാരും ചോദിച്ചില്ല. മണിശങ്കരയ്യരെ അധിക്ഷേപിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ പലരുടെയും പ്രസ്താവന വന്നല്ലോ. നേരത്തെ സച്ചിദാനന്ദൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ഞങ്ങളാരെങ്കിലും അദ്ദേഹത്തെ അധിക്ഷേപിച്ചോ? ആരെങ്കിലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചോ? എത്ര ഹീനമായ ഭാഷയിലാണ് 85 വയസ്സുള്ള മണിശങ്കരയ്യരെ ഇപ്പോഴും അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ള രാജീവ് ഗാന്ധിയുടെ ഉറ്റമിത്രമായിരുന്ന മണിശങ്കരയ്യരെ ആക്ഷേപിച്ചിട്ടുള്ളത്. ഇതാണ് രണ്ട് രാഷ്ട്രീയം, ഇതാണ് രണ്ട് സംസ്കാരം. മറിച്ചായിരുന്നു എന്ന് കരുതുക. ഇപ്പോൾ സച്ചിദാനന്ദനെക്കുറിച്ച് വിമർശനങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് തന്നെ എന്തു പ്രാധാന്യമായിരുന്നു, എന്ത് വാർത്താ പ്രാധാന്യമായിരുന്നു വിമർശനത്തിന് പോലും. ഇവിടെയോ ഹീനമായ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ട് അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതാ പറഞ്ഞ് വാർത്ത കൊടുത്തും കൊടുക്കാതെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് നിങ്ങൾ വാർത്ത കൊടുക്കാറുണ്ടല്ലോ. എൻ്റെ ചോദ്യം, മണിശങ്കരയ്യരെ ആക്ഷേപിച്ചത് ഒളിച്ചു വെക്കാൻ നിങ്ങളുടെ താല്പര്യം എന്താണെന്നാണ്. ആരെങ്കിലും ആക്ഷേപിച്ചിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൊരു കുറവും വരുത്താറില്ലല്ലോ, ഉത്സാഹം നല്ലോണം ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ ഉത്സാഹം എന്തിനാണ്? ഒളിച്ചു വെക്കാനാണ്. അതിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് അറിയാൻ ഉള്ളൊരു കൗതുകം കൊണ്ടാണ്. അതോ ഞങ്ങളുടെ ഇഷ്ടമാണെന്നാണ്? അങ്ങനെയാണ്. ഞങ്ങൾക്ക് സൗകര്യമുള്ളത് പോലെയാണ് ഞങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഏത് വരട്ടെ ന്യായീകരണങ്ങൾ വരട്ടെ. എൻ്റെ ചോദ്യം അതല്ല. പ്രതികരണം വേറെ. ഹീനമായ ഭാഷയിൽ ആക്ഷേപിച്ചു. സാധാരണ ഇപ്പോൾ ഇപ്പുറത്തുനിന്നാണ്, ഇടതുപക്ഷത്തു നിന്നാണ് വരുന്നതെന്ന് വരിക, നിങ്ങൾ എന്ത് പറയും? സച്ചിദാനന്ദനെതിരെ സൈബർ ആക്രമണം എന്ന് പറയില്ലേ? മണിശങ്കരയ്യർ ആക്രമിക്കപ്പെടാൻ യോഗ്യനാണെന്നുള്ളതാണോ നിലപാട്? ആണോ? ഏതെങ്കിലും സൈബർ സംഘങ്ങളല്ലല്ലോ, ഉത്തരവാദപ്പെട്ട നേതാക്കളല്ലേ മണിശങ്കരയ്യരെ മോശം ഭാഷയിൽ ആക്ഷേപിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ആളുകളെയൊക്കെ ആക്ഷേപിച്ചപ്പോഴും ഈ നിലപാട് തന്നെ എടുത്തിട്ടുള്ളത്. വനിതകളെ വരെ ആക്ഷേപിച്ചിട്ടുണ്ട്, അപ്പോഴും ഈ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇതുവരെയുള്ള സമീപനം എന്തായിരുന്നു വെച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കപ്പെടേണ്ടവരാണ്, അവരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും തെറ്റില്ല. ഇപ്പം എന്തായി? കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കുന്നവരും ആക്രമിക്കപ്പെടേണ്ടവരാണ്. അത് മണിശങ്കരയ്യരാണെങ്കിലും ശരി, അമർത്യാസനാണെങ്കിലും ശരി. അമർത്യാസൻ്റെ നേരെ സൈബർ ആക്രമണം തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. അതാരാന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ചിലർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനൊരാളാരോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. UDFൻ്റെ സൈബർ സംഘങ്ങൾ.